ഞാൻ BJP പ്രതിനിധിയിലേക്ക് കൂടെ പോയതിനു ശേഷം ശ്രീ ജേക്കബ് ജോർജിലേക്ക് എത്താം. TP ജയചന്ദ്രൻ, ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ വിശദമായിട്ടുള്ള പരിശോധനയിൽ ഒരു കാര്യം അവർ പറയുന്നുണ്ട്. BJPയിലേക്കുള്ള വോട്ട് ചോർച്ച അത് പരിശോധിക്കപ്പെടേണ്ടതാണ്, BJPയുടെ വളർച്ചയും പരിശോധിക്കപ്പെടണം. പക്ഷേ തൃശ്ശൂർ പോലെയുള്ളൊരു മണ്ഡലത്തെ മാത്രം വെച്ചുകൊണ്ടാകരുത് എന്നാണ് പറയുന്നത്. അത് സംഘടനാ നേട്ടമല്ല, അത് സുരേഷ് ഗോപിയുടെ വ്യക്തിഗതമായ നേട്ടമാണെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. പക്ഷേ BJPയുടെ വളർച്ച, പ്രത്യേകിച്ച് LDFന് വിജയസാധ്യത ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിലെല്ലാം BJP ശക്തമായി വളർന്നു കയറിയത് ഈ 111 മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ കോൺഗ്രസിന് നേട്ടമുണ്ടായതൊക്കെ പറയുമ്പോഴും നിങ്ങൾക്കുള്ള നേട്ടത്തെക്കുറിച്ച് കോൺഗ്രസ് ആശങ്കയോടുകൂടി കാണുന്നുണ്ട്. പക്ഷേ അതൊരു ത്രെട്ടായിട്ട് കോൺഗ്രസ് ഇപ്പോഴും കണക്കാക്കുന്നില്ല. ഇനി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുമ്പോൾ വിഭാഗീയതകളൊന്നുമില്ലാതെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നേരത്തെ പറഞ്ഞ സുനിൽ കനഗോലു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ടുള്ള സർവേകളിലൂടെ ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിനാണ് കോൺഗ്രസ് ഒരുങ്ങാൻ പോകുന്നത്. നിങ്ങൾ കഴിഞ്ഞ തവണ സ്വപ്നം കണ്ടതിൻ്റെ പാതി പോലും നിയമസഭാ സീറ്റുകൾ തരാൻ കോൺഗ്രസ് ഒരുക്കമല്ല എന്നാണ് കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. TP ജയചന്ദ്രൻ. അരുൺകുമാറെ, പ്രഖ്യാപിക്കാനുള്ള കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യത്തെയും ഒരു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ള അവരുടെ അവകാശത്തെയും ഒന്നും തള്ളിപ്പറയാനോ നിഷേധിക്കാനോ നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഇക്കാലം അത്രയും രണ്ട് മുന്നണികളും പരസ്പരം മത്സരിച്ചിരുന്നത് സ്വയം ജയിക്കാനായിരുന്നില്ല എന്നൊരു പച്ച പരമാർത്ഥം നമുക്കൊക്കെ അറിയാം. അവരുടെയൊക്കെ പൊതുലക്ഷ്യം എന്തായിരുന്നു? തങ്ങൾ തോറ്റാലും BJP ജയിക്കാൻ പാടില്ല. നമുക്കറിയാം, ഒരു ബൈപ്പോളർ മുന്നണി രാഷ്ട്രീയത്തിനകത്ത് മൂന്നാമതിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതെത്തുക എന്നുള്ള ഏറ്റവും ദുഷ്കരമായ, ഏറ്റവും ഭാരിച്ച ഒരു ഉത്തരവാദിത്വവും ഒരു പ്രതിസന്ധിയുമായിരുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് ആ പ്രതിസന്ധിയെയാണ് ഭാരതീയ ജനതാ പാർട്ടി മറികടന്നിരിക്കുന്നത്. ഇത് കേവലം കോൺഗ്രസ്സുകാർ മാത്രമല്ല അരുൺകുമാറെ ഇവിടെ സംസാരിക്കുന്നത്. ഇടതുപക്ഷ മുന്നണിയും ആശങ്കപ്പെടുന്നത് അവരുടെ പരാജയത്തെക്കുറിച്ചല്ല. കോൺഗ്രസും ആശങ്കപ്പെടുന്നത് 19 MP അവർക്ക് 18 കുറഞ്ഞതല്ല, പലയിടത്തും ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തിലുണ്ടായ ഇടിവല്ല. അവരൊക്കെ ആശങ്കപ്പെടുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയത്തെയാണ്. അത് BJPക്ക് കോൺഗ്രസ്സുകാർ എടുത്തു തന്നതായിരുന്നെങ്കിൽ മുരളീധരൻ അങ്ങനെ 3ാം സ്ഥാനത്ത് പോകേണ്ടതായ അവസ്ഥയൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ. പിന്നെ ഇപ്പോൾ തയ്യാറെടുക്കുന്നത് പ്രാദേശിക തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയും, നമ്മൾ പുറമെ കാണുന്ന മാതിരി അത്ര നിഷ്കളങ്കവും ഐക്യവും ഒക്കെ കോൺഗ്രസിനകത്തുണ്ടെങ്കിൽ ഇന്ന് മുരളീധരൻ പൊട്ടിച്ച വെടി നമ്മൾ കേട്ടിട്ടുണ്ടാകും. മുൻ KPCC പ്രസിഡന്റുമാർ അകന്നു നിൽക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യം, ഞാൻ അതിലേക്കൊന്നും ആഹ്ലാദപ്പെടുന്നില്ല, ഞാൻ അതിലേക്കൊന്നും ആശങ്കപ്പെടുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ അരുൺകുമാറെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ BJPയുടെ വളർച്ചയല്ല, ഇത് കേവലം ഒരു സുരേഷ് ഗോപിയുടെ വളർച്ചയാണ് എന്ന് പറയുന്നവർ മറന്നു പോകുന്നതും മറച്ചു വെക്കുന്നതും. AK ആൻ്റണിയുടെ സ്വന്തം ബൂത്തിൽ കോൺഗ്രസിന് ചില്ലറക്കാരനാണ് AK ആൻ്റണി അഭിപ്രായം അരുൺകുമാറിനില്ലല്ലോ. AK ആൻ്റണിയുടെ ബൂത്തിൽ ഇന്ന് 1ാം സ്ഥാനത്തിരിക്കുന്ന പാർട്ടി ഏതാണ്? രമേശ് ചെന്നിത്തലയുടെ ബൂത്തിൽ, ആ മുനിസിപ്പാലിറ്റിയിൽ അദ്ദേഹം താമസിക്കുന്ന ബൂത്തിൽ 1ാം സ്ഥാനത്തിരിക്കുന്ന പാർട്ടി ഏതാണ്? ഇത് കോൺഗ്രസ്സുകാർ എനിക്ക് ഉത്തരം നൽകുമോ? നോക്കൂ, ശശി തരൂർ ചില്ലറക്കാരനൊന്നുമല്ലല്ലോ. ശശി തരൂരിൻ്റെ വോട്ടുള്ള ബൂത്തിൽ, ആ വാർഡിൽ ആരാണ് ഇന്ന് 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്? കോഴിക്കോട്ട് എളമരം കരീമിൻ്റെ മണ്ഡലത്തിൽ, പ്രദീപ് കുമാറിൻ്റെ മണ്ഡലത്തിൽ നോക്കൂ, തോട്ടത്തിൽ രവീന്ദ്രൻ ഇപ്പോൾ സിറ്റിംഗ് MLAയുടെ മണ്ഡലത്തിൽ ആരാണ് 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്? ഇവിടെ മാത്രമാണോ? പാടിപ്പുകഴ്ത്തിയിരുന്ന പുന്നപ്രയുടെയും വയലാറിൻ്റെയും ധീരഗാഥകൾ പറയുന്ന പഞ്ചായത്തിൽ ഇന്ന് ആരാണ് 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്? കയ്യൂർ സമരഭൂമിയിൽ ആരാണ് അരുൺകുമാർ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സ്മരണ പുതുക്കുന്ന വൈക്കത്ത് ആരാണ് 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്? ആദ്യ ബ്രിട്ടീഷ് ചെറുത്തുനിൽപ്പ് നടത്തിയ ആറ്റിങ്ങലിൽ, ആ നിയമസഭാ മണ്ഡലത്തിൽ ആരാണ് 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്? കേരളത്തിലെ അഴിമതിയുടെ കേദാരമായി മാറിയ നിയോജക മണ്ഡലം കരുവന്നൂരിൻ്റെ, ആ കരുവന്നൂർ ഉൾപ്പെടുന്ന ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ ആരാണ് 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്? കണ്ടല ഉൾപ്പെടുന്ന കാട്ടാക്കടയിലും ആറ്റിങ്ങലിലും ഏതു പാർട്ടിക്കാണ് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത്? എന്തിനേറെ പറയണം, രാഹുൽ ഗാന്ധിക്ക് വിജയക്കൊന്ന് പാലിച്ച വയനാട്ടിൽ പുൽപ്പള്ളിയിലെ സഹകരണ ബാങ്കിന് തട്ടിപ്പ് നടന്ന പുൽപ്പള്ളിയിൽ BJP നേടിയ മുന്നേറ്റം എത്രയൊക്കെയാണ്? ഇത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. നോക്കൂ, 11 അസംബ്ലി സെഗ്മെൻറ്റിൽ ഭാരതീയ ജനതാ പാർട്ടി 1ാം സ്ഥാനത്താണ്. 9 അസംബ്ലി സെഗ്മെൻറ്റിൽ BJP 2ാം സ്ഥാനത്താണ്. 7 മണ്ഡലങ്ങളിൽ BJPയുടെ വ്യത്യാസം 10% താഴെയാണ്. തൃശ്ശൂർ കോർപ്പറേഷനിൽ BJP 1ാം സ്ഥാനത്ത്. നമുക്ക് മറയ്ക്കാം. 6 മുനിസിപ്പാലിറ്റികളിൽ, കേരളത്തിലെ 6 മുനിസിപ്പാലിറ്റികളിൽ ഭാരതീയ ജനതാ പാർട്ടി 1ാം സ്ഥാനത്താണ്. ഇപ്പോൾ BJP ഭരിക്കുന്നത് 12ഓ 13ഓ പഞ്ചായത്തുകളാണ് കേരളത്തിൽ. 78 പഞ്ചായത്തുകളിൽ ഭാരതീയ ജനതാ പാർട്ടി അരുൺകുമാർ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു.
നോക്കൂ, ഇനി നമ്മുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് മേഖല എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് CPM ആശങ്കപ്പെടുന്നത് എന്താണ്? 2019 പരാജയമല്ല അവരെ ഇന്ന് കാത്തിരിക്കുന്നത്. പാർട്ടിയുടെ അടിസ്ഥാന ഘടകങ്ങളായി എക്കാലം അത്രയും പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന അവരുടെ വോട്ട് ബാങ്കുകൾ മുഴുവൻ അതൊന്നൊന്നായി കൈമോശം വന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ആറ്റിങ്ങലിനെ കുറിച്ചും അങ്ങ് ആലപ്പുഴയെക്കുറിച്ചും അവരാശങ്കപ്പെടുന്നത് മറ്റൊന്നുമാണ്. അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, 2 മുന്നണികൾക്കകത്തും കേരളത്തിൽ പരാജയപ്പെടുമ്പോൾ 2 മുന്നണികളും വായിക്ക് വീമ്പ് പറയുമ്പോഴും അവരെ ആശങ്കപ്പെടുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് 4% വോട്ടുകൾ നേടിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചാ ഘട്ടത്തിൽ നിന്ന് അരുൺകുമാറിനെ പോലെയുള്ള ഒരു നിരീക്ഷകൻ അറിയാം, ഒരു 20% ക്രോസ് ചെയ്യുക എന്നുള്ളത്, ഒരു 20% എത്തിപ്പിടിക്കുക എന്നുള്ളത് തീർച്ചയായും അത് BJP എന്ന പാർട്ടി തന്നെ നേടിയിരിക്കുന്ന വിജയമാണ്. അത് സംഘടനാപരമായ നേട്ടമല്ല എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്ന ഘട്ടത്തിലും Debate with Arun Kumar.